ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന NPV അഥവാ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഈച്ച് ഓഫ് ദി പ്രൊജക്റ്റ് എ ആൻഡ് ബി റിക്വയർസ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹1 lakh. ദി ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് പ്രൊജക്റ്റ് എ ആർ 30,000, 40,000, 40,000, 30,000 ആൻഡ് 30,000. ഇൻ കേസ് ഓഫ് പ്രൊജക്റ്റ് ബി ക്യാഷ് ഇൻഫ്ലോസ് ആർ 20,000, 30,000, 50,000, 40,000 ആൻഡ് 30,000. ഓൺ ദി ബേസ് ഓഫ് NPV മെത്തേഡ് വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ? ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 15% ആയിട്ടാണ് തന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ രണ്ട് പ്രൊജക്റ്റാണുള്ളത്, പ്രൊജക്റ്റ് എയും പ്രൊജക്റ്റ് ബിയും. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊജക്റ്റ് എയുടെ കേസിൽ കൊടുക്കുന്നു. ഇതിൽ ഇയേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഇൻഫ്ലോ, ഡിസ്കൗണ്ടിങ് ഫാക്ടർ, ദെൻ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ഇയേഴ്സ് ഒന്നാമത്തെ 0 എന്ന് കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇയർ ആണ് 0, 1 lakh നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ദെൻ 1 മുതൽ 5 വരെയാണ്, 5 വർഷം വരെയാണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. ഒന്നാമത്തെ വർഷം 30,000, രണ്ടാം വർഷം 40,000, മൂന്നാം വർഷം 40,000, നാലാം വർഷം 30,000, ദെൻ 5-ാം വർഷം 30,000. ഓക്കെ, ഡിസ്കൗണ്ടിങ് ഫാക്ടർ 15% ആണ്. ഇത് നമ്മൾ ടേബിൾ വാല്യൂ നോക്കുന്നു. 15% നേരെ ഓക്കെ ഓരോ വർഷവും ഒന്നാമത്തെ വർഷം 0.870 എന്ന് കിട്ടും, രണ്ടാമത്തെ വർഷം 0.756 എന്ന് കിട്ടും, മൂന്നാമത്തെ വർഷം 0.658 എന്ന് കിട്ടും, ദെൻ നെക്സ്റ്റ് ഇയർ 0.572 എന്ന് കിട്ടും, ദെൻ നെക്സ്റ്റ് ഇയർ 0.497 എന്ന് കിട്ടും. ദെൻ അടുത്ത കോളത്തിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാഷ് ഇൻഫ്ലോ എന്നതിനെ 30,000 × 0.870 എത്ര കിട്ടും? 26,100 എന്ന് കിട്ടും. ഇങ്ങനെ ഓരോന്നിനെയും കാണുന്നു. 40,000 × 0.756 അപ്പോൾ 30,240 എന്ന് കിട്ടും. ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂയുടെ ടോട്ടൽ എത്ര കിട്ടും? 1,14,730 എന്ന് കിട്ടും. ഇനി ഇവിടെ NPV എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുന്നു. ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 1,14,730 എന്നതിൽ നിന്നും 1 lakh മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് NPV 14,730 എന്ന് കിട്ടും. അപ്പോൾ പ്രൊജക്റ്റ് എയുടെ NPV കിട്ടി. ഇതേപോലെ പ്രൊജക്റ്റ് ബിയുടെ NPVയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നു, പിന്നെ അതേപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസ് കൊടുക്കുന്നു, PV ഫാക്ടർ കൊടുക്കുന്നു, then മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂയുടെ ടോട്ടലി 1,10,770 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുന്നു 1 lakh, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ 10,770 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തേൽ 14,730 ആണ് NPV, രണ്ടാമത്തേൽ 10,770 ആണ്. അപ്പം ബെറ്റർ ഏതാണ്? പ്രൊജക്റ്റ് എ ആണ് ബെറ്റർ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ബെറ്റർ പ്രൊജക്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കൺക്ലൂഷനായിട്ട് എഴുതുക. പ്രൊജക്റ്റ് എ ഈസ് ബെറ്റർ. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഹാസ് ഹയസ്റ്റ് NPV എന്നുള്ള രീതിയിൽ കൺക്ലൂഷനായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് NPV കാൽക്കുലേഷൻ വരുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അറിയേണ്ടത് എന്ത് മാത്രമാണ്? ടേബിൾ വാല്യൂ എടുക്കുന്നത് അറിയണം. അതായത് ടേബിൾ 1 ആണ്, പ്രസൻറ്റ് വാല്യൂ ടേബിൾ 1 ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്